സങ്കീർത്തനങ്ങൾ 3-ാം പുസ്തകം അധ്യായം 73. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എന്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം ഇസ്രായേലിനും ഹൃദയ പരമാർത്ഥതയുള്ളവർക്കും നല്ലവനാകുന്നു. ഞാനാകട്ടെ ക്ഷണത്തിൽ എന്റെ പാദങ്ങൾ തെറ്റുമാറായിരിക്കുന്നു. എന്റെ നടപ്പുകൾ ഏതുമില്ലാത്തതുപോലെ പതറുന്നു. എന്തെന്നാൽ ദുഷ്ടന്മാരുടെ സമൃദ്ധി കണ്ടപ്പോൾ ആ വഞ്ചകന്മാരോട് എനിക്ക് അസൂയ തോന്നി. എന്തെന്നാൽ അവരുടെ മരണത്തിന് മുൻകൂറിയില്ല, അവരുടെ ഭോഷത്വം വളരെയാകുന്നു. മനുഷ്യരെ പോലെ അവർക്ക് അധ്വാനമില്ല, മറ്റു മനുഷ്യരെ പോലെ അവർക്ക് കഷ്ടതയുമില്ല. ഇതുകൊണ്ട് നിന്ന അവരെ ബാധിച്ചു, അക്രമവും ദുഷ്ടതയും അവരെ മൂടി. അവരുടെ ചതിവ് മേധസ് പോലെ പ്രത്യക്ഷമാകുന്നു. അവർ ഹൃദയവിചാരം പോലെ ചെയ്തിരിക്കുന്നു. അവർ തിന്മ വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അത്യുന്നതന് വിരോധമായി അന്യായം സംസാരിച്ചു. അവരുടെ വായ് ആകാശത്തോളം ഉയർത്തി, അവരുടെ നാവ് ഭൂമിയിൽ കൂടി നടക്കുന്നു. ആകയാൽ എന്റെ ജനം ഇങ്ങോട്ട് തിരിഞ്ഞുകൊള്ളട്ടെ, എന്നാൽ അവർക്ക് പരിപൂർണത പ്രാപിക്കാം. ദൈവം എങ്ങനെ അറിയും? അത്യുന്നതനിൽ അറിവുണ്ടോ എന്നും അവർ പറയുന്നു. കണ്ടാലും ഇവർ ദുഷ്ടന്മാരായിരുന്നിട്ടും ലോകത്തിൽ സമൃദ്ധിയുള്ളവരും ശക്തിയിൽ മല്ലന്മാരുമാകുന്നു. ഞാൻ ഏകനായിരുന്ന് എൻ്റെ ഹൃദയത്തെ വെടിപ്പാക്കി, എൻ്റെ കൈകളെ നന്നായി കഴുകി. ഞാൻ നിത്യവും ശിക്ഷയ്ക്ക് പാത്രമായി. പ്രഭാതം തോറും ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഞാൻ അവരെ പോലെ പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചാൽ അത് എൻ്റെ കണ്ണുകളിൽ വഞ്ചനയാകുന്നു. ഇതാ, ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുകയുമാകുന്നു. ഇത് ഗ്രഹിപ്പാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഞാൻ ദൈവത്തിന്റെ ശുദ്ധസ്ഥലത്തേക്ക് പ്രവേശിച്ച് അവരുടെ അവസാനത്തെ കുറിച്ച് ചിന്തിക്കുന്നതുവരെ തന്നെ അവരുടെ വഞ്ചന പോലെ നീ അവർക്ക് ശിക്ഷ കൽപ്പിക്കും. അവർ അഹങ്കരിക്കുമ്പോൾ നീ അവരെ തള്ളിയിടും. അവർ എങ്ങനെ പെട്ടെന്ന് വിഷയമായി. അവർ നശിച്ചു, സംഭ്രമം നിമിത്തം ശൂന്യമായി പോയി. കർത്താവേ, സ്വപ്നം കണ്ടുണരുന്നവനെ പോലെ നീ നഗരത്തിൽ അവരുടെ സ്വരൂപത്തെ തുച്ഛമാക്കും. എന്റെ ഹൃദയം സംഭ്രമിച്ചു, എന്റെ അന്തരംഗം ഇളകി മാറി. ഞാൻ ഭോഷനും അറിവില്ലാത്തവനുമായി. ഞാൻ തിരുമുമ്പാകെ മൃഗം പോലെയായി. നിന്റെ ആലോചനയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. നിന്റെ ബഹുമാനത്തിൻ പിന്നാലെ എന്നെ നടത്തണമേ. ആകാശത്തിൽ തിരുമുമ്പാകെ എനിക്കെന്തുള്ളൂ? ഭൂമിയിലും ഞാൻ എന്ത് ഇഷ്ടപ്പെട്ടു? എന്തെന്നാൽ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും എൻ്റെ മനഃശക്തിയും ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ഓഹരി എന്നേക്കും ദൈവത്തിങ്കലാകുന്നു. എന്തെന്നാൽ കണ്ടാലും നിന്നിൽ നിന്ന് ദൂരമായിരിക്കുന്നവർ നശിക്കും. നിന്നെ വിട്ടു തെറ്റുന്ന എല്ലാവരെയും എന്നേക്കും നീ നശിപ്പിക്കും. ഞാൻ ദൈവത്തോട് ചേരുവാൻ ഇഷ്ടപ്പെട്ടു. എൻ്റെ ശരണമായ കർത്താവേ, നിന്റെ സകല അത്ഭുതങ്ങളെയും വിവരമായി അറിയിക്കേണ്ടതിന് നിന്റെ നാമം എനിക്ക് എത്രയും മധുരമുള്ളതാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുന്നു.